വനമന്ത്രി എ കെ ശശീന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, കഴിഞ്ഞ ദിവസം സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു 20-കാരന്റെ മരണം കേട്ടു. ഇന്നിപ്പോ ഇതാ 2 പേരെ കൂടി കാട്ടാന ചവിട്ടിക്കൊന്നു എന്നാണ് അറിയുന്നത്. അങ്ങേക്ക് എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്? ഹലോ, കേൾക്കാമോ മിനിസ്റ്റർ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. മിനിസ്റ്റർക്ക് എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്? കഴിഞ്ഞ ദിവസമാണ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കഴിഞ്ഞ 2 ദിവസമായി വനത്തിനകത്ത് വെച്ച് കാട്ടാനയുടെ ആക്രമണം മൂലം 3 മരണങ്ങളാണ് ഉണ്ടായതെന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരം. ഇതിൽ ഒരാൾ കഴിഞ്ഞ 2 ദിവസം മുമ്പാണെങ്കിൽ മറ്റ് 2 പേർ ഇന്നലെ രാത്രിയോ ഇന്ന് പുലർച്ചെയാണ് അത്തരം ആക്രമണത്തിന് വിധേയമായി കൊല്ലപ്പെട്ടത്. അത് സാധാരണ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് വന്യജീവികൾ നാട്ടിൻ പുറത്തിറങ്ങി വന്ന് ജനവാസ മേഖലയിൽ വന്ന് ജനങ്ങളെ കൊല്ലുകയും കൃഷി നശിപ്പിക്കുന്ന സംഭവമാണെങ്കിൽ ഇതൊരു പുതിയ ദിശയിലേക്കാണ് ഇപ്പോൾ നീങ്ങി കാണുന്നത്. ഒരു തരത്തിലായാലും വന്യജീവികളെ കാട്ടാന കാടിനെ ആക്രമിച്ചു കഴിയുന്ന ആദിവാസി കുടുംബങ്ങളുടെ നേരെ ഉണ്ടാകുന്ന ഇത്തരം അക്രമങ്ങളെ ലഘുവായിട്ടല്ല ഞങ്ങൾ കാണുന്നത്, ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് സംബന്ധിച്ച സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ അടിയന്തര റിപ്പോർട്ട് ഇന്ന് തന്നെ നൽകണമെന്നും CCF-നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഗൗരവത്തിൽ കാണേണ്ട ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ ഭാഗ്യത്തിന് രക്ഷപ്പെടുകയായിരുന്നു, ജിമ്മി എന്ന് പറഞ്ഞ ആള്. എന്താണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് നിങ്ങൾക്ക് എല്ലാം അറിയേണ്ടത് നാട്ടിൽ വരുന്നു, അതിനെ നടപടി സ്വീകരിക്കണമായിരുന്നല്ലോ. അതെ, ഇപ്പൊ ഈ തേൻ എടുക്കുന്ന കാലമാണല്ലോ, അതിന് നമ്മൾ ലഘുവായിട്ട് കാണാൻ പറ്റില്ല. അതിനെ ഗൗരവത്തിട്ടാണ് കാരണം ജീവനാണ്, അത് പുറത്തായാലും ജീവനാണല്ലോ. ഇപ്പൊ ഈ കാടിനകത്താവുമ്പോ നമുക്ക് ഇടപെടുന്നതിനൊരു ബുദ്ധിമുട്ടൊക്കെ പ്രധാനപ്പെട്ടതാണ് എന്ന് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ ഒരു പുതിയ സാഹചര്യം എന്താണ് എന്ന കാര്യത്തിൽ കൂടുതൽ വിവരം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അത് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായും അതും ഗൗരവത്തിൽ തന്നെയാണ് ഗവൺമെന്റ് കാണുന്നത്. ശരി മിനിസ്റ്റർ, എന്തായാലും ശബ്ദത്തിലൊരു വ്യക്തത കുറവുണ്ട്, അതുകൊണ്ടാണ്. ഉടനടി അടിയന്തരമായി CCF-നോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അടിയന്തരമായി തന്നെ വളരെ ഗൗരവമായി ഈ വിഷയത്തെ കാണുന്നു. ഉടനടി ഈ വിഷയത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക, ആ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്നാണിപ്പോൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. വനവിഭവം ശേഖരിക്കാൻ വഞ്ചിക്കടവിൽ കുടിൽ കെട്ടി താമസിക്കുകയായിരുന്നു ഇവർ. അവിടെ 4 പേരുണ്ടായിരുന്നു. ഇതിനിടയിൽ ഈ കാട്ടാന വന്നപ്പോൾ ചെതറിയോടി അതിൽ ഇവർ 2 പേർ ആനയുടെ മുന്നിൽ പെടുകയായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതുപോലെ തേൻ ശേഖരിച്ച് മടങ്ങി വരികയായിരുന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന 20 വയസ്സുള്ള ഒരു കുട്ടി ആനയുടെ ചവിട്ടേറ്റ് മരിച്ചത്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ 2 പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ അവസ്ഥ വളരെ ഗൗരവത്തോടെ കാണുന്നു എന്ന് തന്നെയാണ് വനം മന്ത്രിയും ഇപ്പോൾ പ്രതികരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് വരെയുള്ള കാലം എടുത്തു നോക്കിയാൽ ഏതാണ്ട് 10 പേരാണ് ഈ കാട്ടാനയുടെ ചവിട്ട് ഏറ്റ് അതിരപ്പള്ളി മേഖലയിൽ മാത്രം 10 വർഷത്തിനിടെ 6 പേരാണ് മരിച്ചിട്ടുണ്ടായിരുന്നത് മാർച്ച് വരെ. അതിനുശേഷമാണ് ഇപ്പോൾ ഈ 3 മരണങ്ങൾ കൂടി ഉണ്ടാവുന്നത്. അതായത് 10 വർഷത്തിനിടെ 13 പേർ ഈ മേഖലയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനിടെ 3 പേർ മരിക്കുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ അത് അതീവ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ സമയം മാർച്ച് ഏപ്രിൽ എന്ന് പറയുന്നത് ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ തേൻ ശേഖരിക്കുന്ന ഒരു സമയമാണ്. ആ തേൻ ശേഖരിക്കാനായി കാട്ടിലേക്ക് കയറുക, അതാണ് ഇവരുടെ ഏക ഉപജീവന മാർഗം. അതിനു വേണ്ടി പോയപ്പോഴാണ് ഇങ്ങനെ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട് ചവിട്ടേറ്റ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്